ഈ മനുഷ്യൻ വില കൂടിയ ഒരു പാത്രത്തിൽ സുഷി നിറച്ച് ഭാരം കൂട്ടി അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ അത് ഉയർത്താൻ പറ്റാത്തത്ര ഭാരമായി മാറി. പാത്രത്തിന്റെ വായ വളരെ ചെറുതായതിനാൽ 10 ദിവസത്തോളം കഠിനമായി പരിശ്രമിച്ച് ചോപ്സ്റ്റിക്സ് ഉപയോഗിച്ച് ഓരോ കഷണങ്ങളായി പുറത്തെടുത്താണ് അയാൾ അതിന്റെ ഭാരം കുറച്ചത്. ഒടുവിൽ അത് നീക്കാൻ പാകത്തിലായപ്പോൾ 5 ബട്ടണുകളുള്ള ഒരു കൺട്രോൾ പാനൽ അയാളുടെ മുന്നിൽ തെളിഞ്ഞു. ആദ്യത്തെ ബട്ടൺ അമർത്തിയപ്പോൾ ഭിത്തിക്കുള്ളിൽ നിന്ന് ഒരു നിഗൂഢ മനുഷ്യൻ പ്രത്യക്ഷപ്പെട്ടു. അയാൾ 10 ദിവസത്തെ കഠിനാധ്വാനത്തിലൂടെ തയ്യാറാക്കിയ ആ പൂപ്പാത്രം ചവിട്ടി ഉടച്ച ശേഷം അയാൾ അപ്രത്യക്ഷനായി. നിരാശനായ അയാൾ ടേപ്പ് ഉപയോഗിച്ച് വാതിൽ തുറന്നുപിടിക്കാൻ ശ്രമിച്ചെങ്കിലും അത് പൊട്ടിപ്പോയി. തുടർന്ന് മറ്റൊരു ബട്ടൺ അമർത്തിയപ്പോൾ വെറും 5 സെക്കൻഡ് മാത്രം നീണ്ടുനിൽക്കുന്ന ഒരു കയർ വായുവിൽ പ്രത്യക്ഷപ്പെട്ടു. കൃത്യസമയത്ത് ആ കയറിൽ തൂങ്ങി അയാൾ മുറിയുടെ മറുഭാഗത്തെത്തിയെങ്കിലും അവിടെ താക്കോൽ ആവശ്യമുള്ള രണ്ടാമതൊരു വാതിൽ കൂടി ഉണ്ടായിരുന്നു. ദേഷ്യം വന്ന അയാൾ അടുത്ത ബട്ടണിൽ അടിച്ചു. അത് താക്കോൽ ലഭിക്കാനുള്ള ബട്ടണായിരുന്നു. താക്കോൽ 10 സെക്കൻഡ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നതിനാൽ ആ ബട്ടൺ മാറിപ്പോകാതിരിക്കാൻ അയാൾ അവിടെ ഒരു സുഷി കഷണം വെച്ച് അടയാളപ്പെടുത്തി. പിന്നീട് അയാൾ കൃത്യമായ ഒരു പദ്ധതി നടപ്പിലാക്കി. കയറിൽ ഊഞ്ഞാലാടുക, സുഷി വെച്ച ബട്ടണിൽ അമർത്തുക, വായുവിൽ വെച്ച് താക്കോൽ പിടിക്കുക, വാതിൽ പ്രവർത്തിപ്പിക്കുക. താക്കോൽ ഉപയോഗിച്ചതോടെ വാതിലിന്റെ പൂട്ട് തുറന്നെങ്കിലും അതിനു മുകളിൽ ഒരു ഡിജിറ്റൽ കീപാഡ് കൂടി ഉണ്ടായിരുന്നു. അബദ്ധത്തിൽ അവസാന ബട്ടൺ അമർത്തിയപ്പോൾ ആ നിഗൂഢ മനുഷ്യൻ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ഇത്തവണ അയാളുടെ തലയ്ക്ക് മുകളിൽ അവസാന പാസ്വേഡായ 3 അക്കങ്ങൾ തിളങ്ങുന്നുണ്ടായിരുന്നു. സബ്സ്ക്രൈബ് ചെയ്താൽ നാളെ കാണാം.